നമസ്കാരം. ജൂൺ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച, അതായത് നാളെയാണ് മുഖ്യമന്ത്രിയായിരുന്ന സർവാധികാരിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഇഡിക്ക് മുമ്പിൽ ഹാജരാവേണ്ട ദിവസം. ഇഡി നോട്ടീസ് നേരത്തെ തന്നെ കൊടുത്തു. സമൻസാണ്. ആ സമൻസ് കൈപ്പറ്റി വീണ എത്തുമോ ഇല്ലയോ എന്നറിയാൻ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്നലെ വീണ വിജയൻ ഇഡിക്ക് ഒരു ഇമെയിൽ സന്ദേശം അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വരുന്നതിൽ നിന്നും ഒഴിവാക്കി തരണം. ഇനി അന്വേഷണത്തിന് ചോദിച്ചിരിക്കുന്ന രേഖകൾ ആവശ്യമാണെങ്കിൽ അഭിഭാഷകൻ മുഖേന അവ എത്തിച്ചു തരാം. ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരവും ഞങ്ങൾ അഭിഭാഷകൻ വഴി എത്തിക്കാം. നേരിട്ട് ഹാജരാവുന്നതിൽ നിന്നും ഒഴിവാക്കി തരണം. വീണയുടെ സന്ദേശം ഇഡിക്ക് കിട്ടി എന്ന് ഇഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്തു മറുപടി കൊടുക്കും എന്ന് ഇഡി ആരോടും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വീണ വിജയൻ നാളെ ഇഡിക്ക് മുമ്പിൽ ഹാജരാകുമോ? ഇഡി വീണ വിജയന് അവധി കൊടുക്കുമോ? വീണ വിജയൻ തലയൂരി മുങ്ങി രക്ഷപ്പെടുമോ? സ്വാഭാവികമായ ചോദ്യമാണ്. ഇഡി എന്നല്ല, സുപ്രീം കോടതി പോലും ഒരു വ്യക്തിക്ക് നോട്ടീസോ സമൻസോ കൊടുത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി വിളിപ്പിച്ചാൽ അയാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ പോവാതിരിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. കോടതികളിലാണെങ്കിൽ അഭിഭാഷകൻ പങ്കെടുക്കണം, ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി അപേക്ഷ കൊടുക്കണം, കോടതി അനുവദിക്കുകയാണ് രീതി. ഇഡിയും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഇഡി ഒരു നോട്ടീസ് അയച്ചാൽ ആളെത്തിയില്ലെങ്കിൽ ഉടനടി വന്ന് അറസ്റ്റ് ചെയ്യുകയില്ല. കത്ത് കിട്ടിയെന്ന് ഉറപ്പാക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ വേറെയുണ്ട്. രണ്ടാമതൊരിക്കൽ കൂടി നോട്ടീസ് അയക്കും. അന്ന് ആ നോട്ടീസിന് അസൗകര്യം പറഞ്ഞുകൊണ്ട് മറുപടി അയച്ചാൽ മൂന്നാമത് ഒരവസരം കൂടി കൊടുക്കും. മൂന്നാം തവണയും എത്തിയില്ലെങ്കിൽ ഇഡിക്ക് കോടതി അനുമതിയോടെ എത്തി ആരെയാണോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യാനും അവരുടെ പ്രമിസസിൽ റെയ്ഡ് നടത്താനും അവകാശമുണ്ട്. എന്നാൽ വീണ വിജയന്റെ കാര്യത്തിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. വീണ വിജയന് ഇഡി അയച്ചിരിക്കുന്നത് ഒരു സാധാരണ നോട്ടീസല്ല. സാധാരണ ഇഡി നോട്ടീസ് അയക്കുന്നത് സാക്ഷിയായി കണക്കാക്കിക്കൊണ്ടാണ്. ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു വിവരം ലഭിക്കുമ്പോൾ ആ വിവരം കൈമാറാനുള്ള വ്യക്തിയായി ഒരാൾക്ക് നോട്ടീസ് അയക്കുന്നു. അയാൾക്ക് വിറ്റ്നസ് എന്ന നിലയിലാണ് നോട്ടീസ് അയക്കുന്നത്. അയാൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രതിയായെന്ന് വരാം. സാക്ഷിയെ പ്രതിയാക്കുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. സാക്ഷി എന്ന നിലയിൽ നോട്ടീസ് അയക്കുന്നത് കൊണ്ട് തന്നെ 3 തവണ വരെ നോട്ടീസ് കൊടുക്കുന്നതാണ് ഇഡിയുടെ രീതി. മൂന്നാം തവണയും വന്നില്ലെങ്കിൽ മാത്രമാണ് ഇഡി അറസ്റ്റ് ചെയ്യുക. എന്നാൽ കള്ളപ്പണ നിരോധന നിയമത്തിൻ്റെ സെക്ഷൻ 50 അനുസരിച്ചുള്ള നോട്ടീസാണ് വീണ വിജയൻ കൊടുത്തിരിക്കുന്നത്. അത് സാക്ഷി അല്ലെങ്കിൽ വിറ്റ്നസ് എന്ന നിലയിലുള്ള നോട്ടീസ് അല്ല, പ്രതിയായതുകൊണ്ടുള്ള നോട്ടീസാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയന് ആ നോട്ടീസിൽ നിന്നും ഒഴിഞ്ഞു മാറുക പ്രയാസമാണ്. ഈ നോട്ടീസിന് ഒരു കോടതിയുടെ സമൻസിൻ്റെ അതേ അധികാരമാണുള്ളത്. പോലീസ് കൊടുക്കുന്നത് നോട്ടീസാണ്, സമൻസ് അല്ല. ഇഡിയും പൊതുവെ കൊടുക്കുന്നത് നോട്ടീസാണ്, സമൻസ് അല്ല. എന്നാൽ സെക്ഷൻ 50 അനുസരിച്ച് കൊടുക്കുന്നത് ജുഡീഷ്യൽ അധികാരമുള്ള സമൻസ് ആയതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറുക പ്രയാസമാണ്. എന്നിരുന്നാലും വരില്ല എന്ന് വിവരം അറിയിച്ചതുകൊണ്ട് മനുഷ്യത്വപരമായ കാരണങ്ങളാൽ ഇഡി അരുതാത്തതൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ ഇഡിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. എന്നാൽ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ അപേക്ഷ നൽകിയിട്ടും ഇഡി പോയി അറസ്റ്റ് ചെയ്താൽ കോടതി ജാമ്യം കൊടുക്കും എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് വീണ വിജയൻ നാളെ ഹാജരാവില്ല എന്നത് തീർച്ചയാണ്. ഹാജരാവാത്ത കാര്യം നോട്ടീസ് അയച്ച് അറിയിച്ചിട്ടുണ്ട്. ഇഡി ഹാജരാവാതിരിക്കാനുള്ള അപേക്ഷ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കുകയുമില്ല. പ്രത്യേകിച്ച് ഒരു നടപടിയും എടുക്കില്ല. എന്നാൽ വീണ ആവശ്യപ്പെട്ടതുപോലെ അഭിഭാഷകനോട് ഇങ്ങ് വരൂ, ഞങ്ങൾ രേഖയെല്ലാം പരിശോധിച്ചോളാം എന്ന് ഇഡി പറയുകയുമില്ല. ഇവിടെ ഇഡിക്ക് വേണ്ടത് അഭിഭാഷകന്റെ ഭാഗമല്ല, വീണയുടെ ഭാഗമാണ്. ഇഡിക്ക് ചോദിക്കാനുള്ളത് അഭിഭാഷകനോടല്ല, വീണയോടാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകളെല്ലാമായി വീണ നേരിട്ട് ഹാജരാവണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വീണ ഉത്തരം പറയണം. അതുകൊണ്ട് ഇഡി ചെയ്യാൻ പോകുന്നത് മറ്റൊരു നോട്ടീസ് കൂടി അയക്കും. ആ നോട്ടീസ് ഇന്ന് തന്നെ അയച്ചേക്കാം. സാധാരണ ഇതിക്ക് 2-3 ആഴ്ചയ്ക്കകം ഒരു തീയതിയാണ് കൊടുക്കുക. എന്നാൽ ഇവിടെ ഈ കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലൂടെ പോകുന്നതുകൊണ്ട് സമയം വൈകിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇഡി അടുത്ത ആഴ്ച തന്നെ എത്താൻ വേണ്ടി നോട്ടീസ് കൊടുത്തെന്ന് വരാം. ആ നോട്ടീസിലും ഒഴിഞ്ഞു മാറാൻ വീണ ശ്രമിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. വീണ ഇപ്പോൾ ശ്രമിക്കുന്നത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാനാണ് എന്നാണ് വീണയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതുവരെ ഈ കേസിൽ താൻ വെറും ഒരു വഴിപോക്കനാണ് എന്ന നിലപാടായിരുന്നു വീണ വിജയൻ്റേത്. CMRL കമ്പനിക്കെതിരെയുള്ള കേസാണ്. അറിയാതെ CMRL കമ്പനിയുമായി തനിക്കൊരു ഇടപാടുണ്ടായിപ്പോയി. താൻ വലിയ IT കമ്പനിക്കാരിയാണ്. ആ ഇടപാടിൻ്റെ പേരിൽ, ആ സാമ്പത്തിക ഇടപാട് നടന്നതുകൊണ്ട് തന്നോട് ചോദിക്കുന്നു, താൻ നിയമപരമായി ടാക്സ് അടച്ചാണ് ഇടപാട് നടത്തിയത്, അതുകൊണ്ട് തന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്, അത് മാത്രമാണേ ഉള്ളൂ എന്ന തരത്തിൽ
ലഘൂകരിച്ചായിരുന്നു ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് വീണ ഒരിക്കൽ പോലും കോടതിയെ സമീപിച്ചിട്ടില്ല. കോടതിയെ സമീപിക്കാൻ മുമ്പിൽ നിന്നത് CMRലാണ്. ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതും CMRലാണ്. ഈ CMR കമ്പനി തന്നെയായിരുന്നു ഈ അന്വേഷണത്തിനെതിരെ കോടതിയിൽ പോയിരുന്നത്. CMRന്റെ അപേക്ഷ തള്ളിക്കളയുമ്പോൾ KSIDC വിടുമായിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് KSIDC. നമ്മുടെ നികുതി പണം കൊണ്ട് നടക്കുന്ന പ്രസ്ഥാനമാണ്. നമ്മൾ ശമ്പളം കൊടുക്കുന്ന IASകാരാണ് തലപ്പത്തിരിക്കുന്നത്. ഈ KSIDC പോയി പിണറായിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു. ആകപ്പാടെ വീണ പോയിരിക്കുന്ന എക്സാലോജി കമ്പനി ഒരിക്കൽ ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു. അതെല്ലാം ചീറ്റിപ്പോയി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണയ്ക്ക് നോട്ടീസ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് വീണ തന്നെ പോവേണ്ട സാഹചര്യമുണ്ട്. നോട്ടീസ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോവാൻ സാധ്യതയില്ല. കാരണം ഈ കേസിന്റെ മെറിറ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പരിഗണിച്ച് ആ കേസ് അന്വേഷണം തുടരുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി CMRന് മുമ്പിലുള്ള ഏക ഓപ്ഷൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് CMR പറഞ്ഞിട്ടുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടോ, കേസ് എടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തതയൊന്നുമില്ല. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിച്ച് കേസ് എടുപ്പിക്കാൻ ഒരുപക്ഷെ 2 ആഴ്ചയെങ്കിലും എടുത്തുന്നവരാ. അതിനിടയിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് EDയുടെ നീക്കം. പ്രത്യേകിച്ച് പിണറായിയുടെ വീടിന് മുമ്പിൽ വെച്ച് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് ആവേശത്തോടു കൂടി തന്നെയാണ് ED കേസിനെ കൈകാര്യം ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിൽ വീണയ്ക്ക് തൻ്റെ മേലുള്ള സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പേടിയുണ്ട്. കോടതി അത് കേൾക്കണമെന്നില്ല, വാർത്ത സൃഷ്ടിക്കും. എന്നാൽ വീണ വിജയന് മുമ്പിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ, വീണ അത് പരീക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയാണ്. തന്നെ ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചിട്ടുണ്ട്, താൻ പോകാൻ തയ്യാറാണ്. എന്നാൽ ED തന്നോട് രാഷ്ട്രീയ പക വീട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് തൻ്റെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ കോടതി പരിഗണിച്ചത് വരാം. മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. മാത്രമല്ല ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കള്ളപ്പണ ഇടപാട് മാനേജ് ചെയ്തതിൻ്റെ തെളിവില്ല. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കൊടുത്തെന്ന് വരാം. അതിനുവേണ്ടിയുള്ള സാവകാശത്തിന് വേണ്ടി ആവാം ഒരുപക്ഷെ മാറ്റിത്തരണം എന്ന് EDയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ED ഡേറ്റ് മാറ്റി കൊടുക്കും. അടുത്ത ആഴ്ച തന്നെ ഡേറ്റ് ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട്. പക്ഷേ വീണയെ അങ്ങനെയങ്ങ് തടിതപ്പാൻ, ഓടി രക്ഷപ്പെടാൻ ED അനുവദിക്കില്ല. വാശിയോടുകൂടി തന്നെ ഈ കേസന്വേഷണം മുമ്പോട്ട് പോകുന്നു. CMRൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണയുടെ ചോദ്യം ചെയ്യൽ അല്പം കൂടി വൈകിയെന്ന് വരാം. പക്ഷേ ED വീണയെ വെറുതെ വിടില്ല. കാരണം വീണ വിജയൻ അനധികൃതമായി കൈപ്പറ്റിയിരിക്കുന്ന 2.88 കോടി രൂപയുടെ സർവീസ് അല്ലെങ്കിൽ സേവനം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചെയ്തു കൊടുത്തു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥ കള്ളപ്പണ ഇടപാടുകാരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് വീണയെ ചോദ്യം ചെയ്യുന്നതും കേസിൽ പ്രതി ചേർത്തതും. വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഏക വഴി തൻ്റെ പിതാവിനെ തള്ളിപ്പറയുകയാണ്. ED കാത്തിരിക്കുന്നതും ആ നിമിഷത്തിനാണ്. പിണറായിയെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് വീണയെ ഒരുപക്ഷെ വിട്ടയച്ചെന്ന് വരാം. അത്തരം സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു. എന്തായാലും പിണറായിയുടെ കുടുംബത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ED. വെറുതെ രക്ഷപ്പെടും എന്ന് കരുതേണ്ടതില്ല. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസും ED നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കൂടെ വിശദാംശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട 26 CPMകാരും CPM ഗുണ്ടകളും ഇപ്പോൾ ജയിലിലാണ്. അവരിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരുന്നു കോടതി. 5 പേരെയും ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ അവർ തിരിച്ചും മറിച്ചും ഒരേ ഉത്തരം തന്നെയാണ് പറയുന്നത്. അവരുടെ ഉത്തരം വളരെ വിചിത്രമാണ്. അപ്പോഴുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഞങ്ങൾ ആക്രമിച്ചു എന്നാണ്. ഇത് അഭിഭാഷകർ പഠിപ്പിച്ചു കൊടുത്തതാണ്. തൽക്കാലം ഉണ്ടാകുന്ന ഒരു പ്രകോപനത്തിന്റെ പേരിൽ ആക്രമണം നടത്തുന്നതും കരുതിക്കുട്ടി ആക്രമണം നടത്തുന്നതും രണ്ടാണ്. കരുതിക്കുട്ടി ആക്രമണം നടത്താൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രകോപനം ഉണ്ടാവുകയും നമ്മൾ അതിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് വന്നാൽ കുറഞ്ഞ ലാഘവമുള്ള കുറ്റമാണ്. അങ്ങനെ തന്ത്രപരമായ ഒരു ഉത്തരമാണ് എല്ലാവരും നൽകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവും കൃത്യമായി കിട്ടുന്നില്ല. കാരണം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു തന്ത്രമായി ഉപയോഗിക്കാൻ അന്വേഷണ സംഘം വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ 5 പേരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഗൗരവമേറിയ പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ 26 പേരെയും ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം. അതിനുശേഷം ഇവരെയൊക്കെ പരസ്പരം ഒരുമിപ്പിച്ചിരുത്തി ചോദ്യം ചെയ്യണം. ഇവർ പുറത്തു പോയാൽ തെളിവ് നശിപ്പിക്കപ്പെടാം. ഇവർ പുറത്തു പോയാൽ ഇപ്പോൾ തന്നെ ഉത്തരം അവർ കാണാപ്പാഠം പഠിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ പരിശീലനം സിദ്ധിച്ച് കേസിന് അവർ കൈകാര്യം ചെയ്തെന്ന് വരാം. അതുകൊണ്ട് ഇവരുടെ റിമാൻഡ് കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചേക്കാം. പക്ഷേ ED അവിടെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്രതികളെ ഒരുമിച്ച് ഒരു സെല്ലിൽ ജയിലിൽ സൂക്ഷിച്ചതും അവർക്ക് ജയിലിൽ കിട്ടുന്ന സുഖവും സംരക്ഷണവുമൊക്കെ ED കൃത്യമായി ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷിച്ചിട്ടുണ്ട്. ഏതു നിമിഷവും ഈ കേസിലേക്ക് CBI കൂടി എത്തിയേക്കും എന്ന വിവരം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.